നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിനും നേതാക്കൾക്കും തലവേദനയായി സുധാകരൻ. ശല്യക്കാരനായ വ്യവഹാരിയെ പോലെ KPCC പ്രസിഡന്റ്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ പുതിയ പ്രസിഡന്റ് വേണം എന്നാവശ്യപ്പെടുന്നു. കേസുകെട്ടുകളുമായി കോടതി വരാന്ത നിരങ്ങുന്നതിൽ സന്തോഷം കണ്ടിരുന്ന പഴയ തലമുറയിലെ ചില കാരണവന്മാരുണ്ടായിരുന്നു. ഇവരെ ശല്യക്കാരായ വ്യവഹാരികൾ എന്നാണ് കോടതി പോലും വിശേഷിപ്പിക്കാറുള്ളത്. ഈ ശല്യക്കാരായ വ്യവഹാരികളുടെ അതേ സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് K സുധാകരൻ. എന്തെങ്കിലുമൊക്കെ നിത്യേന വിളിച്ചു പറഞ്ഞ് പാർട്ടിക്കും കോൺഗ്രസ് നേതാക്കൾക്കും തലവേദന ഉണ്ടാക്കുന്ന സ്ഥിരം ആളായി സുധാകരൻ മാറിയിരിക്കുകയാണ്. പലതവണ സുധാകരന്റെ വിവാദ പരാമർശങ്ങളുമായി ചർച്ചയ്ക്ക് വന്നെങ്കിലും അതൊന്നും മുഖവിലയ്ക്കെടുക്കാൻ സുധാകരൻ തയ്യാറായിട്ടില്ല. കണ്ണൂർ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരുടെ ഒരു സ്വഭാവമാണിത്. ഷാഠ്യക്കാരനായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കാവുന്ന സ്വഭാവക്കാരനാണ് സുധാകരൻ. ഏതായാലും ഇപ്പോൾ വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ ആശ്വാസ നടപടികൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പ്രവർത്തനം ആരംഭിക്കുകയും പൊതുജനങ്ങളോട് സംഭാവന ആവശ്യപ്പെടുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നടപടിയെയാണ് സുധാകരൻ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. കേരളം ഒരു മഹാദുരന്തത്തിൽപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് സഹായവുമായി എത്തേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണെന്നും ഇപ്പോൾ സർക്കാർ വിമർശനത്തിന് പറ്റിയ സമയമല്ല എന്നും കോൺഗ്രസ് നേതാക്കൾ പലതവണ പറഞ്ഞെങ്കിലും K സുധാകരൻ തന്റെ അഭിപ്രായം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നേതാക്കൾക്ക് വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞു. കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് ദുരിതാശ്വാസം കൊടുക്കേണ്ട കാര്യമില്ല എന്നും വയനാട് ദുരന്തത്തിന്റെ പേരിൽ സഹായം സ്വരൂപിക്കാൻ KPCCക്ക് അതിൻ്റെതായ സംവിധാനമുണ്ടെന്നും ആവർത്തിച്ചിരിക്കുകയാണ് സുധാകരൻ. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ തുടങ്ങിയവരെല്ലാം ഒരു മാസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കഴിഞ്ഞു. ഇത് തെറ്റായി പോയി എന്ന അഭിപ്രായമാണ് സുധാകരൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ വലിയൊരു ജനത ദുരിതത്തിലായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് അവരെ സഹായിക്കാൻ ഉപയോഗിക്കേണ്ടി വരിക എന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നത് തെറ്റല്ല എന്നും പരമാവധി ആൾക്കാർ നിധിയിലേക്ക് ആവുന്നത്ര സംഭാവനകൾ ചെയ്യണം എന്നുമാണ് രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ അഭിപ്രായപ്പെട്ടത്. വയനാട് ദുരന്തത്തിൽ ഒരു നാട് മുഴുവൻ കരഞ്ഞു കഴിയുമ്പോൾ അവരെ സഹായിക്കാൻ എല്ലാ ശ്രമവും നടത്തുക സർക്കാരിന്റെ ബാധ്യത തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും സർക്കാരിനൊപ്പം നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരേണ്ടതുണ്ട്. ഗവൺമെന്റിനെ വിമർശിക്കുന്നത് ഈ സമയത്തല്ല, മറിച്ച് അതിനുള്ള അവസരങ്ങളിൽ പ്രതിപക്ഷം എന്ന നിലയിൽ വിമർശിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അത് ചെയ്യുന്നുമുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവായ VD സതീശൻ പ്രതികരിച്ചത്. ദുരന്തത്തിന് ശേഷം വയനാട് സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദുരിതത്തിൽപ്പെട്ടവർക്ക് 100 വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞിട്ടാണ് വയനാട് വിട്ടത്. വയനാട് ജനങ്ങളുടെ രാഹുൽ ഗാന്ധി കാണിച്ച അനുഭാവവും അതിൽ കേരളത്തിലെ ജനങ്ങൾ കാണിച്ച സന്തോഷവും ഇല്ലാതാക്കുന്ന പ്രസ്താവനയാണ് K സുധാകരന്റെ വാക്കുകളിലൂടെ പുറത്തുവിട്ടത് എന്ന വിമർശനമാണ് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. യാതൊരു പക്വതയുമില്ലാതെ അവസരോചിതമല്ലാത്ത സുധാകരന്റെ പ്രസ്താവനകളെ തടയണമെന്ന് ഈ 2 ജില്ലകളിലെയും കോൺഗ്രസ് നേതാക്കൾ ഇതിനകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. KPCCയുടെ പ്രസിഡന്റ് പദവി കേൾക്കുന്നതിന് മുമ്പും അതിനുശേഷം പാർട്ടിക്ക് നിരന്തരം തലവേദനയായി മാറുന്ന പ്രസ്താവനകളാണ് സുധാകരൻ നടത്തിയിട്ടുള്ളത്. ഏറെ വിവാദമായ കണ്ണൂരിലെ RSS നേതാക്കളെ താൻ സഹായിച്ചിട്ടുണ്ട് എന്ന പ്രസ്താവന പാർട്ടിയിൽ ഉണ്ടാക്കിയ അതൃപ്തി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അടുത്തിടയ്ക്ക് വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കളുടെ ക്യാമ്പ് നടന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്ന തരത്തിലുള്ള സുധാകരന്റെ പ്രസംഗമുണ്ടായതുണ്ട്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ വലിയ തോതിൽ എതിർപ്പ് രേഖപ്പെടുത്തുകയും ക്യാമ്പിൽ നിന്നും അവസാന ഘട്ടത്തിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തതാണ്. ഇരുവരും തമ്മിലുള്ള വിവാദം ഇപ്പോഴും തുടരുന്നതായിട്ടാണ് നേതാക്കൾ തന്നെ പറയുന്നത്. KPCC പ്രസിഡന്റായ ശേഷം കേരളത്തിലെ നേതാക്കൾ പാർട്ടിയിൽ ഒന്നും തന്നെ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന പരിഭവം തുറന്നു പറഞ്ഞതും വലിയ വിവാദമുണ്ടാക്കി. പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സെമി കേഡർ പാർട്ടിയാക്കി അടുക്കും ചിട്ടയും ഉണ്ടാക്കും എന്നൊക്കെ സുധാകരൻ പറഞ്ഞുവെങ്കിലും ഇതൊന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സുധാകരൻ കഴിഞ്ഞിട്ടില്ല. ഇതിനൊക്കെ പുറമെയാണ് വിവാദമായ പുരാവസ്തു കേസിലെ പ്രതി മോൻസൺ മാവുങ്കലുമായി സുധാകരന് അടുത്ത ബന്ധമുണ്ടായതും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതും സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകൾ. പാർട്ടിയെയും നേതാക്കളെയും മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു ഇത്. മാത്രവുമല്ല, പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ വിജയം കണ്ട ലോക്സഭാ അംഗമായി മാറിയെങ്കിലും ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങൾ സുധാകരനെ അലട്ടുന്നുണ്ട്. പ്രസിഡന്റ് പദവി ഉപയോഗിച്ച് സംസ്ഥാനത്തൊട്ടാകെ പാർട്ടി പ്രവർത്തനങ്ങളിൽ മുഴുകാൻ സുധാകരന് ഇപ്പോൾ ആരോഗ്യപരമായി കഴിയുന്നില്ല എന്നതും കേരളത്തിലെ പാർട്ടിയിൽ ഒരു പ്രതിസന്ധിയായി പറയുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഗ്രൂപ്പ് വഴക്കുകളും നേതാക്കന്മാരുടെ തമ്മിലടിയും ഒരു പുതിയ അനുഭവമൊന്നുമല്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും നേടിയെടുക്കാൻ കഴിഞ്ഞ വലിയ വിജയം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്ന വിധത്തിൽ പാർട്ടിയെ സജ്ജമാക്കണം എന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരന്തരം നൽകുന്ന നിർദ്ദേശം. എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റെ ഈ അഭിപ്രായങ്ങൾക്ക് പോലും ഒരു വിലയും കൽപ്പിക്കാത്ത പ്രവർത്തന ശൈലി
ശൈലിയുമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. പാർട്ടിയിൽ ഐക്യം ഉണ്ടാക്കുകയും അത് താഴെ തട്ടിൽ വരെ എത്തിച്ച് പ്രവർത്തകരെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജ്ജരാക്കുകയും ചെയ്യണം എന്ന അഭിപ്രായമാണ് ഹൈക്കമാൻഡിനുള്ളതെങ്കിലും ഇതെല്ലാം കേരളത്തിന്റെ കാര്യത്തിൽ നടക്കുമോ എന്ന ആശങ്ക മുഴുവൻ പ്രവർത്തകരിലുമുണ്ട് എന്നതാണ് വാസ്തവം. നന്ദി, നമസ്കാരം.